ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അണകവിയുന്നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെൻ്റെ ദൈവമല്ലോ. ഈ ലോകത്തെ മുഴുവൻ ഏറ്റവും കാരുണ്യത്തോടെ കണ്ട പണ്ഡിത പാമര ബാലവൃദ്ധ ഭേദമന്യേ ഈ ലോകത്തിന് മുഴുവൻ അനുരൂപനായി നിലകൊണ്ട ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി പ്രണാമം. ഗുരുദർശനത്തിൻ്റെ അനന്തതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ആചാര്യ പരമ്പരയ്ക്ക് ഒന്നാകെ വന്ദനം. ഇന്ന് ഭഗവാന്റെ 97ാമത് മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് എന്നെ ഇവിടെ ശ്രവിക്കുവാൻ എത്തിയിരിക്കുന്ന ഓതറ 350 നമ്പർ ശാഖായോഗത്തിലെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും ഒക്കെ എൻ്റെ വിനീതമായ നമസ്തേ. ഇന്ന് നമുക്കറിയാം, ഈ ലോകം കണ്ട പരവിജ്ഞാനിയായ സ്വാമിയുടെ 97ാമത് മഹാസമാധി ദിനമാണ്. ചിലർ പറയും ഇന്ന് സ്വാമിയുടെ 97ാമത് സമാധി ദിനമാണെന്ന്. പക്ഷേ ഇന്ന് സ്വാമിയുടെ 97ാമത് മഹാസമാധി ദിനമാണെന്നത് നമ്മൾ തിരിച്ചറിയണം. അതിന് കാരണം, സമാധി എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരാൾ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. എന്നാൽ മഹാസമാധി എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരാൾ ആ ഈശ്വര ചൈതന്യത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ്, അല്ലെങ്കിൽ ആ ദേഹവിയോഗത്തെയാണ് മഹാസമാധി എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാമായിരുന്ന സ്വാമി ജാതിക്കും മതത്തിനുമൊക്കെ വേണ്ടി കോടാനുകോടി ആളുകളെ ചേർത്ത് നിരവധി നമ്മളോട് സഹോദരൻ അയ്യപ്പൻ സമാധിഗാനത്തിൽ പറഞ്ഞു, ഇപ്പോൾ നമ്മളെല്ലാവരും നേതാവില്ലാത്ത പട്ടാളമായി പോയി എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വാമിയുടെ വത്സല ശിഷ്യൻ അങ്ങനെ പറയുമ്പോൾ എത്ര വലുതായിരുന്നു ആ കാരുണ്യമൂർത്തിയുടെ പ്രഭാവം എന്ന്. സ്വാമി നമുക്ക് പുതിയതായിട്ടൊന്നും പറഞ്ഞു തന്നിരുന്നില്ല. പൂർവികര് പലതും പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടുമില്ല. പക്ഷെ സ്വാമി സ്പർശിച്ചതിൻ്റെയൊക്കെ യഥാർത്ഥ മൂല്യം വെളിയിൽ വന്നത് ആ ഒരു സ്പർശനത്തിന് ശേഷമായിരുന്നു. ഗുരുവിൻ്റെ പേര് തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഗുരുവിന് അച്ഛനും അമ്മയും നൽകിയ പേരെന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനിച്ചു വീണപ്പോഴേ ശ്രീനാരായണ ഗുരു എന്നായിരുന്നില്ല സ്വാമിയുടെ പേര്, മറിച്ച് എന്തായിരുന്നു? നാരായണൻ എന്നതായിരുന്നു ഗുരുവിൻ്റെ പേര്. നമുക്ക് ഈ നാരായണനെ മാത്രമേ അറിയാവുള്ളൂ, അതോ വേറെ ഏതെങ്കിലും നാരായണന്മാരെ അറിയാമോ? അറിയാം. ഒരു ആദി നാരായണനെ നമുക്കറിയാം. ആരാണ് ഈ ആദിനാരായണൻ? മഹാവിഷ്ണുവാണ്. പിന്നീട് നമുക്കറിയുന്ന നാരായണൻ എന്ന് പറയുന്നത്
ബ്രഹ്മപുത്രനായ ധർമ്മൻ 10 ദക്ഷപുത്രിമാരെ വിവാഹം ചെയ്യുകയും ഇവർക്ക് ഹരി, കൃഷ്ണൻ, നരൻ, നാരായണൻ എന്നിങ്ങനെ 4 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. ഇവരിൽ ഈ നരനും നാരായണനും ഇണപിരിയാത്ത സന്യാസിമാരായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി എന്തു ചെയ്തെന്ന് വെച്ചാൽ, ഹിമവാന്റെ സാനുപ്രദേശത്തുള്ള ബദരീകാശ്രമത്തില് 1000 വർഷം ബ്രഹ്മത്തെ തപസ്സു ചെയ്തു. ഈ തപസ്സു കണ്ടപ്പോ ദേവലോകത്തിരുന്ന ഇന്ദ്രൻ പോലും ഭയന്നു എന്നാണ് പറയുന്നത്. ഈ തപസ്സു മുടക്കുവാൻ ഇന്ദ്രദേവൻ ദേവലോകത്തെ സുന്ദരിമാരെ ഈ മുനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഇത് തിരിച്ചറിയുന്ന മുനി തൻ്റെ ഉരുവിലടിച്ച അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിക്കുകയും നാരായണന്റെ ഉരുവിൽ നിന്നുണ്ടായത് കൊണ്ട് അവൾ ഉർവശി എന്ന് അറിയപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ ഉർവശിയെയും പിന്നീട് നിരവധി സുന്ദരികളായ സ്ത്രീകളെയും നാരായണൻ സൃഷ്ടിച്ചു. അപ്പോൾ ഈ മുനി ഈ ദേവതകളോട് പറഞ്ഞു, ഈ ദേവസുന്ദരിമാരോട് പറഞ്ഞു, നിങ്ങളോട് നമുക്ക് യാതൊരു വിധത്തിലുമുള്ള എതിർപ്പുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. നിങ്ങൾ ഇവളെയും കൊണ്ട് ദേവലോകത്തേക്ക് ചെല്ലുക, ഇവൾ ദേവേന്ദ്രനുള്ള നമ്മുടെ കാണിക്കയാണ് എന്ന് നാരായണൻ എന്ന മുനി ഈ ദേവസുന്ദരിമാരോട് പറയുകയാണ്. അതൊരു നാരായണനാണ്. പിന്നീട് സ്വാമിയുടെ ആ പേരിന്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ, അർജുനൻ എന്ന ആ പേരിന്റെ അർത്ഥം നമുക്കറിയാം. അർജുനനെ കുറിച്ചല്ലേ? അർജുനൻ എന്ന പേരിന്റെ അർത്ഥം വെളുത്ത നിറമുള്ളവൻ എന്നാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ കാർ വർണ്ണമുള്ളവൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ നാരായണൻ? നാരം എന്നാൽ ജലം അല്ലെങ്കിൽ പാൽക്കടല് എന്നൊക്കെ പറയും. അതിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ. ഈ നാരം എന്നതിന് അറിവ് എന്നൊരർത്ഥവുമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അറിവിൽ അറിവിൻ്റെ ഉറവിടമാണ് സ്വാമി തൃപ്പാദങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഗുരുവിൻ്റെ കുമാരു പാടിയത് നാം ഓർക്കണം. ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. അന്വേഷിച്ചെത്തുന്നവരുടെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന ആത്മസത്തയിലേക്കുള്ള ശരിയായ വഴി കാട്ടിത്തരുന്ന സ്വാമി തന്നെയാണ് പരമമായ ദൈവം. ഇത് കുമാരനാശാൻ നമ്മളോട് ഗുരുസ്തവത്തിലെ 1-ാം പദ്യത്തിൽ പറഞ്ഞു. പിന്നീട് തീർന്നില്ല. പിന്നീട് ഗുരുസ്തവം, ഗുരുഷട്കം, ഗുരുപാദ ദശകം തുടങ്ങി എത്ര കൃതികളുണ്ടല്ലേ സ്വാമിയുടെ വത്സല ശിഷ്യന്മാർ എഴുതിയത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നാരായണൻ എന്ന ആ പേരിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു അറിവിന്റെ ഉറവിടമാണ് നാരായണൻ എന്ന് പറഞ്ഞു. ഇത് സ്വാമി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. എവിടെ പറഞ്ഞു? ഗദ്യപ്രാർത്ഥനയിൽ സ്വാമി പറയുന്നു, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സ്വാമിയോട് ഉള്ളൂര് ചോദിക്കുന്നുണ്ട്, സ്വാമി ഒന്ന് വിചാരിച്ചാൽ ഈ എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾ മാറ്റാവുന്നതല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ സ്വാമി തിരിച്ചു പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. രോഗം നമുക്കല്ല, ശരീരത്തിനാണ്. സ്വാമി അവിടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ശരീരം എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് നമുക്ക് വരുവാനുള്ള ഒരു മാർഗം മാത്രമാണ്. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ അവിടെ എല്ലാം വെക്കേണ്ടടുത്ത് വെച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നത് ഈ ശംഭുവാണെന്ന് നമ്മളോട് പിണ്ടനന്ദിയിൽ പറഞ്ഞു അല്ലേ? നയനങ്ങൾ വെക്കേണ്ടടുത്ത്, നയനങ്ങൾ എന്ന് സ്വാമി ഉദ്ദേശിച്ചത് പഞ്ചേന്ദ്രിയങ്ങളാണ്. കണ്ണിരിക്കേണ്ടടുത്ത് കണ്ണ് വെച്ചു, മൂക്കിരിക്കേണ്ടടുത്ത് മൂക്ക് വെച്ചു. അങ്ങനെ ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് തന്നെ എല്ലാം വെച്ച് തന്നില്ലേ സ്വാമി? അല്ലാതെ നമുക്ക് ആർക്കെങ്കിലും വാ വെക്കേണ്ടടുത്ത് കൈവച്ച് തന്നു വിട്ടോ?
ഇല്ലല്ലോ. കൈവെക്കേണ്ടടുത്ത് കൈവച്ചു അല്ലേ? അത്രയും കാരുണ്യത്തോടെ, അത്രയും സ്നേഹത്തോടെ നമ്മെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോഴും ഇനി വെളിയിലേക്ക് വന്നപ്പോഴും ആ കാരുണ്യമൂർത്തി ചേർത്ത് നിർത്തിയില്ലേ? എന്നിട്ടും നമ്മൾ എന്നും ആ സ്വാമിയുടെ വാത്സല്യം തിരിച്ചറിയാതെ മറ്റ് മിന്നാമിനുങ്ങുകൾക്ക് പിന്നാലെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തില് തൻ്റെ കുടുംബാംഗങ്ങളായ 9 പേരെയും നഷ്ടപ്പെട്ട ശ്രുതി എന്ന പെൺകുട്ടിക്ക് അവളുടെ പ്രതിസുതവരനായ ജെയ്സൺ എന്ന ചെറുപ്പക്കാരൻ ഒരു ജീവിതം കൊടുക്കുകയും, പക്ഷേ ഒരു വിനോദയാത്രക്കിടയിൽ ജെയ്സണും വിധിക്ക് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. അത് പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്നപ്പോൾ ഈ ലോകമൊന്നാകെ ചോദിച്ചു, ദൈവം ഇത്ര ക്രൂരനാണോ, ദൈവമുണ്ടോ എന്ന്. അപ്പോഴാണ് സ്വാമി നമുക്ക് എഴുതി തന്ന പിണ്ഡ നന്ദിയുടെ സമകാലിക പ്രസക്തി നാം തിരിച്ചറിയുന്നത്. സ്വാമി ആദ്യത്തെ പദ്യത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലീ, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ. ഗർഭത്തിലേക്ക് വെച്ചു. എന്ത്? അടിയന്റെ പിണ്ഡം എന്നാണ് പറയുന്നത്, അല്ലാതെ എൻ്റെ ശരീരം നല്ല സ്വാമി പിണ്ഡനന്ദിയിൽ പറഞ്ഞത്. അടിയന്റെ, ഈ എളിമയുള്ളവന്റെ പിണ്ഡം. അച്ഛനിൽ സ്പെർമാറ്റോജനസിസ് എന്ന പ്രക്രിയയും അമ്മയിൽ ഊജനസിസ് എന്ന പ്രക്രിയയും നടന്നുണ്ടായ അണ്ഡത്തെയും ബീജത്തെയും കൂട്ടിക്കലർത്തി ആ പിണ്ഡത്തെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വെച്ചു. എന്നിട്ട് അതുവഴി അങ്ങ് പോയില്ല. എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി. ആ 9 മാസവും എന്തു ചെയ്തു? എല്ലാ കൃപയും എല്ലാ അനുകമ്പയും നൽകി ഒരു കവചം പോലെ നമ്മളെ എല്ലാവരെയും സ്വാമി കാത്തു രക്ഷിച്ചു അല്ലേ? ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ അറിവില്ലായ്മ ഇല്ലാതാകുന്നത്. അങ്ങനെയുള്ള ശംഭുവിനെ, ശംഭു എന്ന് വെച്ചാൽ എന്താണ്? ശം എന്നാൽ മംഗളം എന്നാണ്. അപ്പോൾ ആ മംഗളം നൽകുന്നവനെ എന്നാണ് പിണ്ഡനന്ദിയിൽ പറയുന്നത്. ഈ ലോകം തിരിച്ചറിയാതെ പോയതും അതാണ്. സ്വാമി തൃപ്പാദങ്ങൾ എഴുതി തന്ന 64 പരം കൃതികൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ അതൊന്നും വായിച്ചു നോക്കാനായിട്ട് നമുക്ക് സമയമില്ല. പകരം നമ്മൾ പാടും. എന്ത്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റിയിടണേ. എന്നിട്ട് വിളിക്കും ആരെ? തിരുവൈക്കം വാഴും ശിവശംഭോ. ഈ നരകത്തിൽ പിറന്നിട്ട് എന്നെ ഒന്ന് കരകേറ്റി തരണേ എന്നും പറഞ്ഞ് അങ്ങ് വൈക്കത്തിരിക്കുന്ന വൈക്കത്തപ്പനെ വിളിക്കുകയാണല്ലേ. അന്ന് 30-ാം വയസ്സില് സമാധി പ്രാപിച്ചപ്പോ സ്വാമിക്ക് അവിടെ ഇരിക്കാമായിരുന്നു. പക്ഷേ സ്വാമി താഴേക്ക് നോക്കിയപ്പോ കണ്ടൊരു കാഴ്ചയുണ്ട്. അത് ഭഗവാൻ സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12-ാം ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ത്? സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കഷ്ടം ദീനം പിടിച്ചും മതിരയതു കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. എന്താണ് പറയുന്നത്? എല്ലാം സ്പഷ്ടമായിരിക്കുന്നു. നിലാവെളിച്ചത്തിലൂടെ ഈ ഭൂമിയെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മങ്ങല് അതില്ലാതായിരിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ സ്പഷ്ടമാക്കി തരുന്നതിന് ജ്ഞാനസൂര്യൻ ഉദയം ചെയ്തിരിക്കുകയാണ്. അരണ്ട വെളിച്ചം നൽകുന്ന ആ ചന്ദ്രനെ ആണെങ്കിലോ കാണാനുമില്ല. ഇത്തരത്തിലുള്ള
തത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ പ്രകൃതിയിലുള്ളതിനെയൊക്കെയും എന്നിൽ നിന്ന് അന്യമായി കാണുന്നില്ല. മറിച്ച് എന്താണ് സ്വാമി പറയുന്നത്? നമ്മളാണെങ്കിൽ പറഞ്ഞേനെ എനിക്ക് ആത്മസാക്ഷാത്കാരം നേടിയെന്ന്, അല്ലെങ്കിൽ ഞാൻ ആത്മസാക്ഷാത്കാരം നേടിയെന്ന്. അവിടെയാണ് നമ്മളും സ്വാമിയും തമ്മിലുള്ള ആ വ്യത്യാസം. സ്വാമിക്ക് ഈ പറയുന്ന ഞാൻ എന്നതും എനിക്ക് എന്നതും ഒന്നുമില്ലായിരുന്നു. നമ്മളിന്ന് പറയുന്ന ഈ ഞാനിൻ്റെയും എൻ്റെയുടെയും ഒക്കെ പേരാണ് അഹങ്കാരം എന്നത്. എല്ലാം എൻ്റെ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ആണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുമ്പോൾ ഈ പറയുന്ന ശരീരം പോലും കേവലം ഒരു വാടക വീടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മരിക്കുമ്പോ ഈ ശരീരവുമായിട്ടല്ല പോകുന്നത്, മറിച്ച് അന്ന് ഈ ആത്മസ്വരൂപം നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്, എനിക്ക് പൈസയുള്ള ആർത്തിയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു തരത്തിലുമുള്ള അഹങ്കാരമില്ല. പക്ഷേ മനുഷ്യനായി പിറന്ന ഏതൊരുവനുമുള്ള സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത്? അഹങ്കാരം എന്ന് പറയുന്നത്. ഇത്രയേറെ അനുകമ്പ മൂർത്തിയായ പരവിജ്ഞാനം നേടിയ, അതുപോലെ അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു മഹാപുരുഷൻ വേറെ ഉണ്ടോ എന്ന് സ്വാമിയുടെ ചിന്നസ്വാമി നമ്മളോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആരെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. മഹാകവിക്കറിയാമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം നമ്മളിങ്ങനെ ഞാൻ അതുപോലെയാണെന്ന് പറയുമെന്ന്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഗുരുസ്തവത്തിൽ പറഞ്ഞു തന്നു, നിങ്ങൾ ഇനി അതൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, അങ്ങനെ എൻ്റെ സ്വാമിയെ പോലെ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന്. അത്രയേറെ ഭഗവാനെ കുമാരനാശാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നാരായണൻ എന്ന പേരിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു സുബ്രഹ്മണ്യ കീർത്തനത്തിലെ ആ ശ്ലോകത്തെ കുറിച്ച്. ഗുരു പറയുകയാണ്, എൻ്റെ സഹോദരന്മാരിതാ എന്നെ പോലെ ഈ ജ്ഞാനസൂര്യനിൽ ഉദയം കൊണ്ടിട്ട് രാവിലെ എഴുന്നേൽക്കുവാനായിട്ട്, അങ്ങനെയുള്ള ഒരു തേജസ്സിലേക്ക് വരുവാനായിട്ട് മടുപിടിച്ചതാ കിടക്കുന്നു. അതിന് കാരണം എന്താ പറയുന്നത്? രോഗം ബാധിച്ചോ മദ്യം കുടിച്ചോ കിടക്കുന്നു എന്നാണ് സ്വാമി പറയുന്നത്. എന്നിട്ട് സ്വാമി പറയുകയാണ്, എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വാമി എത്ര കരുണയോടെയാണ് നമ്മളോട് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്തൊരു കഷ്ടമെന്ന്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഉണരുക, ഉണർന്ന നദിയിൽ മുങ്ങിക്കുളിച്ച ആ ഈശ്വര ചൈതന്യത്തെ പ്രാപിക്കുവാനുള്ള സമയമായി എന്ന്. എന്നിട്ടും നമ്മളിപ്പോഴും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ മിന്നാമിനുങ്ങുകളുടെ ഒക്കെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി എന്തൊക്കെ സ്പർശിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ യഥാർത്ഥ മൂല്യം വെളിവായത് ആ സ്പർശനത്തിന് ശേഷമായിരുന്നു. ഉദാഹരണം പറയാനാണെങ്കിൽ സ്വാമിയുടെ നക്ഷത്രം ഏതാണ് നമുക്കറിയാം, ചതയമാണെന്നല്ലേ. നമുക്ക് 27 നക്ഷത്രങ്ങളുണ്ട്. ഇതിൽ ഈ ചതയത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സ്വാമിയുടെ നക്ഷത്രമാണ് ചതയം, അതാണ് പ്രത്യേകതയെന്ന്. എന്നാൽ ഇത് തൊട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ചതയം എന്നത് ശതഭിഷക് എന്നാണ് ചതയത്തിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഗ്രാമീണ ഭാഷയിലേക്ക് വന്നപ്പോഴാണ് ഈ ശതഭിഷക് എന്നുള്ളത് ചതയമായി മാറിയത്. ശതം എന്ന വാക്കിന്റെ അർത്ഥം 100 എന്നാണ്. എന്നാൽ ഭിഷക് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാ തരത്തിലുമുള്ള ന്യൂനതകളെ ഇല്ലായ്മ ചെയ്യുവാൻ ശേഷിയുള്ളയാൾ എന്നാണ്. അതായത് മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളെ ഇല്ലാതെയാക്കുവാൻ ശേഷിയുള്ളവരാണ് ആര്? ചതയം നക്ഷത്രത്തിൽ ജനിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചതയം നക്ഷത്രക്കാർ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, എനിക്ക് ഇത്രയൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ അത് സ്വാമിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഭഗവാനേക്കാൾ ചതയം നക്ഷത്രം യോജിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല. പിന്നീട് നാരായണനിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോ നാരായണൻ എന്ന പേരിന്റെ അർത്ഥം നോക്കുമ്പോ നരനെ ലക്ഷീകരിച്ച് നടക്കുന്നവനാണ് നാരായണൻ, അഥവാ
നരന്റെ ഇടയിലൂടെ നടക്കുന്നവനാണ് സ്വാമി. അങ്ങ് മരുത്വാമലയിൽ ഇരുന്നിട്ട് നമ്മളോട് ആജ്ഞ ചെയ്യുകയായിരുന്നില്ല, മറിച്ച് നമുക്കിടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിൽ ഒരുവനായി എങ്ങനെ ഒരു മനുഷ്യ ജീവിതം ജീവിക്കണമെന്ന് സ്വാമി നമുക്ക് കാണിച്ചു തരികയായിരുന്നു. പിന്നീട് 64 പരം കൃതികൾ എഴുതി തന്നിട്ട് എന്താണ് ആ ആത്മചൈതന്യം എന്ന് പഠിപ്പിച്ചു തന്നില്ലേ നമ്മളോട്? ഭഗവാൻ ശിവശതകത്തില് ആദ്യത്തെ പദ്യത്തിൽ പറയുന്ന കാര്യമുണ്ട്. അതായത് വലിയ ചെവിയോട് കൂടിയ വിനായകൻ തൻ്റെ കൊമ്പിന്റെ ഒരു അംശം കൊണ്ട് അല്ലെങ്കിൽ ഒരു കഷ്ണം കൊണ്ട് മഹാഭാരത കഥ മേരുവിനെ വെച്ചുകൊണ്ട് എപ്രകാരം എഴുതിയോ അങ്ങനെയുള്ള വിനായകന് ആണ് നമസ്കാരം എന്ന് ശിവശതകത്തിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വാമിയെ തന്നെയല്ലേ അവിടെ വിനായകനായി കണ്ടത്. ഇനി വേണ്ട, ഭഗവാൻ എഴുതി തന്ന ദേവീ പ്രണാമ ദേവി അഷ്ടകം ഒന്ന് എടുക്കുക. കുട്ടികൾക്ക് ഓർമ്മശക്തി കൂടുവാൻ ഭഗവാൻ പറഞ്ഞു തന്നൊരു കൃതിയാണത്. പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ, പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊക്കെ എളുപ്പമല്ലേന്ന് ഓർക്കും. അപ്പോൾ അടുത്ത പദ്യത്തിൽ സ്വാമി പറയുകയാണ്, പാദഭക്ത ജനപാലനാധിക പരായണ ഭവപയാപഹ, പൂതമാനസ പുരാണ പുരുഷ പുരന്ദരാദി പുരുപൂജിത, സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാരത, ശാത ശാരദ ശശാംഖ ശേഖര ശിവ ശിവ ശിവമുദീയത. എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതല്ലേ? ഭഗവാനിലെ കവിയെ നമുക്ക് ഗുരുവിന്റെ കൃതികളിലൂടെ സ്പഷ്ടമാകുന്നതെന്ന് നോക്കുക. പിന്നീട് ഭഗവാൻ സദാശിവ ദർശനം നമുക്ക് പറഞ്ഞു തന്നില്ലേ? മണം തുടങ്ങി എണ്ണി മണ്ണിലൊന്നും എണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കും ഉൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും, ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലങ്ങും ഇങ്ങും ഇന്നിണങ്ങളങ്ങും ഇങ്ങുമെങ്ങും ഇല്ല നല്ല മംഗളം, കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടെഴും കളങ്കമുണ്ട കണ്ഠനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നതത്തല കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. ഇങ്ങനെ എത്ര കൃതികൾ സ്വാമിയുടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതി തന്നു. സ്വാമിയെ തന്നെയാണ് ഭഗവാൻ ഓരോ കൃതിയിലും നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കതൊന്നും മനസ്സിലാക്കുവാനുള്ള അത്രയും ബുദ്ധിയൊന്നുമില്ലായിരുന്നു. എന്നിട്ടും ഏറ്റവും ലളിതമായ ഭാഷയില് ഭഗവാൻ നമുക്ക് ദൈവദശകത്തിലൂടെ പറഞ്ഞു തന്നു. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നേ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ആലോചിച്ചു നോക്കുക, ആവിക്കപ്പലിന്റെ പ്രചാര കാലഘട്ടമായിരുന്ന അന്ന് ദൈവത്തെ ആവിക്കപ്പലിനോടാണ് സ്വാമി ഉപമിച്ചത്. നമുക്കറിയാം, എൻചാൻ റോട്ടുടയുള്ള ശകടമത് റോട്ടോടെ ഓടിച്ചു വേഗമെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ആനുകാലിക പ്രസക്തിയുള്ള ഓരോ വസ്തുക്കളെയും സ്വാമി ഗുരുകൃതികളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നു. പക്ഷേ ഈ പറയുന്ന ഒരു വസ്തുക്കളുമായും നമ്മുടെ സ്വാമിയെ നമുക്ക് താരതമ്യം ചെയ്യുവാൻ സാധിക്കില്ല, അല്ലേ? കാരണം എന്താണ്? നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ പ്രഭാവം എന്താണെന്നുള്ളത്. സ്വാമി എന്താണെന്ന്
നമുക്ക് തിരിച്ചറിയാനുള്ള ശക്തി സ്വാമി തന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും, ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും അറിയാവുന്നതായിരിക്കാം. പക്ഷേ സ്വാമിയുടെ വാക്കുപോലെ മനനം തുടർന്നിടണം എന്ന ഭഗവാന്റെ വാചകം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നെനിക്കറിയാം. അതിൻ്റെ പ്രതീകമാണ് ഇന്ന് എല്ലാവരും കുടുംബസമേതം ഈ ക്ഷേത്രാങ്കണത്തിൽ എന്നെ ശ്രവിക്കുവാൻ എത്തിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു നാരായണൻ എന്ന പേരിൻ്റെ അർത്ഥമൊക്കെ. ഭഗവാന്റെ ഈ പരിശുദ്ധി മനസ്സിലാക്കിയിട്ട് ശിവലിംഗദാസ സ്വാമി പാടി ഗുരുഷട്കത്തില്. എന്തു പാടി? ഓം ബ്രഹ്മണേ മൂർത്തിമദേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പരബ്രഹ്മം ശരീരഭാവം സ്വീകരിച്ചവനും ആശ്രയിക്കുന്നവരുടെ ശുദ്ധിക്ക് കാരണഭൂതനും. അതാണ് ശ്രിതാനാം ശുദ്ധിഹേതവേ എന്ന വാക്കിന്റെ അർത്ഥം. ആശ്രയിക്കുന്നവരുടെ ശുദ്ധിക്ക് കാരണഭൂതനായിരുന്നു സ്വാമി. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതും നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കുമൊക്കെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും ഇഷ്ടമുള്ള ആഭരണം ധരിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ലഭിച്ചതല്ലേ? ഇത് തന്നെ ഗുരുവിന്റെ ചിന്നസ്വാമി പാടി. എന്താ? ആരായുകിലന്ധത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ഇനി നമ്മള് സമാജസ്തുതി എന്ന ഗുരുസ്തവത്തിൽ നിന്നും നീക്കം ചെയ്ത് ചൊല്ലി വരുന്ന ഒരു പദ്യമുണ്ട്. അതില് ഗുരു ഇനിയും വളരെ കാലം ആരോഗ്യ ദൃഢഗാത്രനായി സശരീരനായി ഇരിക്കട്ടെ എന്ന ആശംസ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ പദ്യം നീക്കം ചെയ്ത് ചൊല്ലി വരുന്നത്. നാം എല്ലാവരും ആ പദ്യം കേട്ടിട്ടുള്ളതാണ്. തൻ പോലയറുമ്പാതിയെയും പാർത്തിടുമങ്ങയ്ക്ക് അൻപോടുലകത്തെ പുച്ചിരായു സുദയാബ്ദേ മുൻപോൽ സുഖമായി മേന്മ തൊടുന്നോർക്കരുളും കാൽ തുമ്പോടിനിയും വാഴ്ക ശതാബ്ദം ഗുരുമൂർത്തേ. തന്നെ പോലെ തന്നെ ഏറ്റവും ചെറിയ ജീവിയെ പോലും കണ്ട സ്വാമി അങ്ങ് ഇനിയും വളരെ കാലം സശരീരനായി ആരോഗ്യവാനായി ഈ ഭൂമിയിൽ ഇരിക്കട്ടെ എന്നാണ് ആര് പറഞ്ഞത്? ഗുരുവിന്റെ ചിന്നസ്വാമി നമ്മളോട് പറഞ്ഞു തന്നത്. ഭഗവാനെ അടുത്തറിഞ്ഞ ഗുരു ശിഷ്യന്മാരൊക്കെയും എത്രയെത്ര കൃതികൾ നമുക്ക് മുൻപിൽ തന്നു. നമ്മുടെ കുമാരനാശാന്റെ തന്നെ ഗുരുപാദ ദശകത്തിൽ പറയുന്നുണ്ട്, ധീമാനാചാരലോപം സുഭഗദൃഢ ശരീരന്നു കാമാപവാദം ശ്രീമാനിൽ ശ്രീമതം ശിക്ഷിതനിലതനു ദുർവാര വൈദുഷ്യഗർവം ഈ മട്ടോതുന്ന ദോഷം ചെറുതുമിഹ നിരാലംബമാക്കുന്നു പാർക്കിൽ ഭൂമാനന്റെ ശ്രീകേന്ദ്രൻ പുനരിവയെ നിനച്ചൻപു ഞാൻ കുമ്പിടുന്നേൻ. കുമാരനാശാൻ പറയുകയാണ്, ധീമാൻ ആചാരലോപം സുഭഗ ദൃഢ ശരീരന്നു കാമാപവാദം. നല്ല അറിവുള്ള ആളുകൾക്ക് അതിൻ്റെ പേരിലുള്ള അഹങ്കാരം ഉണ്ടാകും. സൗന്ദര്യമുള്ളവർക്കാകട്ടെ എനിക്ക് സൗന്ദര്യമുണ്ട് എന്ന അഹങ്കാരം. അതുപോലെ സൗന്ദര്യമുള്ളവർക്ക് ഒരു ചീത്തപ്പേര് കേൾക്കും, കാമ അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്റെ ഏതൊരു ഗുണമെടുത്താലും അവന് അതിൻ്റെ പേരിലുള്ള ഒരു ദോഷം അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഒരു അഹങ്കാരം ഉണ്ടാകും. പക്ഷേ എൻ്റെ സ്വാമിയെ ഒന്ന് നോക്കുക. സ്വാമിക്ക് നമ്മളെ സമർപ്പണ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത്
പൂർണ്ണമൃതസ്സതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഒരു തരത്തിലുമുള്ള ദോഷവുമില്ലാത്തവനാണ് ആര്? പൂർണ്ണൻ എന്ന് പറയുന്നത്. ദോഷത്തിന്റെ ഒരു കണിക പോലും സ്വാമിയെ സ്പർശിച്ചിട്ടില്ല എന്ന് കുമാരനാശാനും ഗുരുപാദ ദശകത്തിലെ പറയുകയാണ്. സ്വാമി ഈ ലോകത്തിന് മുഴുവൻ അനുരൂപനായിട്ടല്ലേ നിലകൊണ്ടത്? കൊച്ചുകുട്ടികളോട് കൊച്ചുകുട്ടിയായും പണ്ഡിതന്മാർക്ക് പണ്ഡിതനായും അതുപോലെ എല്ലാ തരത്തിലുമുള്ള ആളുകൾക്ക് അവരുടെ സമപ്രായക്കാരനായി സ്വാമി എന്തു ചെയ്തു? ഈ ലോകത്ത് നിലകൊണ്ടു. ആ സ്വാമി പരിനിർവാണം പ്രാപിച്ചിട്ട് ഇന്നേക്ക് 97 വർഷം തികയുകയാണ്. ജീവിതത്തില് ഭഗവാനെ മനസ്സറിഞ്ഞൊന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാൻ കൈവിടില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിൽ തന്നെയുണ്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത്. അന്ന് ഞങ്ങളുടെ കുടുംബ യൂണിറ്റില് എനിക്ക് പ്രസംഗിക്കുവാനായിട്ടൊരു അവസരം ലഭിച്ചു. അന്നവിടെ പ്രഭാഷണത്തിനായി എത്തിയത് കോട്ടയത്ത് പാലായിൽ നിന്നുള്ള നിർമ്മല മോഹൻ എന്ന് പറയുന്ന ടീച്ചറാണ്. ടീച്ചർ അവിടെ വന്നപ്പോൾ കുടുംബയോഗത്തിലെ കൺവീനർ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി. പ്രഭാഷണമൊക്കെ ചെറിയ രീതിയിൽ നടത്തുന്ന ഞങ്ങളുടെ ഒരു കൊച്ചുകുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, എങ്കിലും മോളൊരു 5 മിനിറ്റ് സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് സ്വാമി, ഞാൻ എപ്പോഴും പറയും, സ്വാമി എനിക്ക് തന്ന എൻ്റെ അമ്മയായിരുന്നു അതെന്ന്. ടീച്ചർ അമ്മ എന്നെ അന്ന് ചേർത്ത് നിർത്തിയിട്ട് ആ ചേർത്ത് നിർത്തൽ ഇന്നും അതുപോലെ തുടരുകയാണ്. നിർമ്മല ടീച്ചറാണ് എന്നെ ഗുരുദർശനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതും പിന്നീട് ബാലാജി സാറിൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടതുമൊക്കെ. അങ്ങനെ ഭഗവാനോട് നമ്മൾ എന്ത് മനസ്സുരുകി ആവശ്യപ്പെട്ടാലും സ്വാമി നമുക്കത് തരും എന്ന് പറഞ്ഞ് ഇന്ന് ചെന്ന് നിന്നിട്ട് പറയരുത്, സ്വാമി അപ്പുറത്തെ വീട്ടിലെ ആ പെണ്ണിന്റെ കാലൊടിയണം, അപ്പുറത്തെ വീട്ടിലെ ആ ചെറുക്കൻ്റെ കൈയൊടിയണം എന്നൊക്കെ പറഞ്ഞാൽ സ്വാമി അതൊന്നും നടത്തി തരില്ല. ഇനി നിങ്ങൾ ഇതൊക്കെ ചോദിച്ചിട്ട് നടത്തി തന്നില്ല എന്നും പറഞ്ഞ് കോട്ടയത്തിരിക്കുന്ന എൻ്റെ നമ്പറും തപ്പിപ്പിടിച്ച് എന്നെ വിളിക്കരുത്. സ്വാമി അതൊന്നും നടത്തി തരില്ല. മറിച്ച് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരുത്തണേ സ്വാമി എന്നൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വാമി നമ്മുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. നമ്മളോട് പിണ്ടനന്ദിയിൽ സ്വാമി പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ, ഇല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന ശംഭോ. എല്ലാം ഉപേക്ഷിച്ച എരുതിലേറി വരുന്ന ശംഭുവിനോട് പറയുകയാണ് എന്ത്? സ്വാമി അങ്ങയോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയേണ്ടതില്ല. ഞാൻ പറയാതെ തന്നെ എൻ്റെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ സ്വാമിക്കറിയാം. അറിഞ്ഞൂടായിരുന്നോ? അതറിയാതെയാണോ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ അവിടെ വല്ല ചായക്കടയും ഉണ്ടായിരുന്നോ? ചെന്ന് ചായ കുടിക്കാനും ആവശ്യമുള്ള മിനറൽസും വിറ്റാമിൻസും ഒക്കെ കഴിക്കാനും അമ്മയുടെ ഗർഭപാത്രത്തിലെ ചായക്കട ഒന്നുമില്ല. മറിച്ച് ആ പാവം കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ എല്ലാ തരത്തിലുമുള്ള പോഷക ഗുണങ്ങൾ പ്ലാസെന്റ എന്ന പുക്കിൾ കുടിയിലൂടെ വലിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് കിടന്ന ആ അമ്മയ്ക്ക് കൊടുത്തു. എന്ത്? കുറെ ചവിട്ട് മാത്രം. അന്നും ആ അമ്മ ഒന്ന് തിരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ആരുമൊന്നും ഇവിടെ ഓടി നടക്കുവാനായിട്ട് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ആ അമ്മ തിരിഞ്ഞു കിടക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ അതാണ് ദൈവ ചൈതന്യം എന്ന് പറയുന്നത്. അവിടെയാണ് സ്വാമി പറയുന്നത്, അങ്ങനെ എന്നെ കാത്തുരക്ഷിച്ച ശംഭു, അങ്ങയെ ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങയോട് ഞാൻ നന്ദിയുള്ളവനാകുകയാണ്. പിണ്ടനന്ദിയിൽ സ്വാമി പറഞ്ഞതാണിത്. സ്വാമിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലേ? എരുതിലേറി വരുന്ന ശംഭു, അങ്ങയ്ക്ക് ഞാൻ പറയാതെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങ് ഞാൻ ഒന്ന് പറഞ്ഞു പോവുകയാണെന്നാലും എൻ്റെ ദുരിതങ്ങളൊക്കെ ഒന്ന് അകറ്റി തരണം അങ്ങ്. പിന്നീട് എന്ത് ചെയ്യണം? സ്വാമി എന്നെ കൈവിടരുത്, എൻ്റെ ആ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കണം. എന്തുകൊണ്ട്? സ്വാമി ആ കൈ അങ്ങ് വിട്ടു കഴിഞ്ഞാല്
പിന്നെ ഞാൻ ഈ ജീവിതത്തില് ഈ ഭൂമിയിൽ എന്തായിത്തീരും? ഞാൻ ഒറ്റപ്പെട്ടു പോകും. എനിക്ക് കരുതലായി ഞാൻ വിശ്വസിക്കുന്ന ആ ചൈതന്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന് കാണുന്ന ബന്ധുക്കളും ഇന്നെന്റെ ശരീരത്തിനുള്ള ബലവും, ഈ ബലം വന്നതെന്നാണ്? അമ്മയുടെ വയറ്റിൽ നിന്നും വെളിയിൽ വന്ന് ഒരു കുഞ്ഞിന്റെ തല നേരെ നിൽക്കണമെങ്കിൽ കുറഞ്ഞത് 90 ദിവസം കഴിയണം. ചിന്തിച്ചു നോക്കുക. 90 ദിവസം കഴിയാതെ ഒരു കുഞ്ഞിന്റെ തല പെടലിക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കില്ല. ഇന്ന് ഞാൻ എന്ന അഹങ്കാരത്തോടെ പറയുന്ന ഈ ശരീരമുണ്ടല്ലോ, അതൊക്കെ വെറും ദാനം മാത്രമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ എന്തിന്റെ പേരിലാണ് നമ്മൾ എല്ലാവരും അഹങ്കാരം പൂണ്ട് നിൽക്കുന്നത്? അതാണ് സ്വാമി പറയുന്നത്. അഹങ്കാരം നമുക്ക് വേണ്ട. മനുഷ്യൻ കെട്ടുകഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യമെന്ന് സ്വാമി ചോദിച്ചു. ഭഗവാൻ പറഞ്ഞതായി നടരാജ ഗുരു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സമൂഹം അവര് ഉൾക്കൊള്ളുന്നത് എന്തുമാകട്ടെ, സിദ്ധാന്തമോ ജ്ഞാനമോ എന്തുമായിക്കൊള്ളട്ടെ, അവർ ചെയ്യേണ്ടത് എന്താണെന്നാണ് സ്വാമി പറഞ്ഞത്? അത് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി സജ്ജമാക്കണമെന്നാണ് സ്വാമി പറഞ്ഞത്. നോക്കൂ, എത്ര കാരുണ്യവാനായിരുന്നു സ്വാമി എന്ന്. നമുക്ക് വേണ്ടതെല്ലാം ആ ജീവിതത്തിലൂടെ സ്വാമി നമുക്ക് തന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ സ്വാമി തന്നു. സ്വാമിയുടെ ആയുസ്സും വപുസ്സും ആത്മതപസ്സുമെല്ലാം എന്നെയും നിങ്ങളെയും ഒക്കെ പോലെ, നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ സ്വാമി മാറ്റിവെച്ചത്? ഗുരുവിന്റെ കുമാര് പാടുന്നുണ്ട്. എന്താ? അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ? ഇത്രയും അഹങ്കാരമില്ലാത്ത, ഇത്രയും സഹജീവികളോട് കരുണയുള്ള, ഇത്രയും പരമമായ വിജ്ഞാനം നേടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ഗുരുവിന്റെ ചിന്നസ്വാമി ചോദിക്കുകയാണ്. ഗുരുവിന് തുല്യമായി ഗുരു മാത്രമേ ഈ ലോകത്തുള്ളൂ. അങ്ങനെയുള്ള സ്വാമി തൃപ്പാദങ്ങളെ നാം എല്ലാവരും നമ്മുടെ ഹൃദയത്തോട് ചേർത്തു നിർത്തണം. ഇന്ന് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ചോറ് കൊടുക്കുവാൻ ഗുരുവായൂരേക്കും മണ്ണാറശാലയിലേക്കും ഒക്കെ നമ്മൾ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വാമിയുടെ മുന്നിലൊന്ന് കൊണ്ടുവന്ന് നിർത്തി ഒരു പിടി ചോറ് വാരി കൊടുത്തിട്ട്, മോനെ ഇതാണ് നിന്റെ ദൈവമെന്ന് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒരിക്കല് ഒരു വേദിയിൽ ചെന്നപ്പോ, അതെവിടെയൊന്നുമല്ല, കുറച്ച് ദൂരെയാണ്. അവിടെ കുറച്ച് കുട്ടികൾക്ക് ഗുരുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനാണ് ഞാൻ ചെന്നത്. അവിടെ ചെന്നപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവിടെ ഉണ്ട്. 10ൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി, ഇപ്പോൾ +1 ആള്, 10ൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് ചോദിച്ചു, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചേച്ചി, ഈ മരിച്ചുപോയ ഗുരുദേവൻ നമുക്ക് എന്ത് തരാനാണ് എന്ന്. അങ്ങനെ അവൻ ചോദിക്കുമ്പോ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് കുട്ടികളെ വിദ്യാഭ്യാസത്തിന് എന്ന പേരിൽ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ അവിടെ അവർക്ക് ലഭിക്കുന്നത് എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണെന്ന് നാം തിരിച്ചറിയണം. ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യമൂർത്തിയായ ഭഗവാനെ, സ്വാമി മരിച്ച ഗുരുദേവൻ നമുക്കിനി എന്ത് തരാനാണ് എന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ പറയണമെങ്കിൽ അവന് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇന്ന് നീ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് ഇഷ്ടമുള്ള പാൻറ്റും ടോപ്പും ഒക്കെ ഇട്ടോണ്ടല്ലേ നീ വരുന്നത്? അതെ. ഞാൻ പറഞ്ഞു, മോനെ ഇന്ന് നിനക്ക് ഇതൊക്കെ ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ, നിനക്ക് ഇങ്ങനെ ഒരാളുടെ മുൻപിൽ നിന്ന് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ, അത് നീ ഇപ്പോൾ ചോദിച്ച ഈ സ്വാമി ഉണ്ടല്ലോ, ആ സ്വാമി നിനക്ക് നേടി തന്നതാണ് എന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കിതൊന്നും ഇന്നേ വരെ ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ചോദിച്ചത്, ഒരു പക്ഷെ നമ്മുടെ വീടുകളിലുമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംശയം ഉണ്ടായേക്കാം. നാം ഗുരുവിന്റെ ചിത്രത്തിന് മുൻപിൽ അല്ലെങ്കിൽ നാം ശാഖയിലെത്തി ഈ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് തൊഴുതു വണങ്ങുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംശയമുണ്ടാകാം, ഇവരെന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന്. അപ്പോ അവനെ വഴക്ക് പറയാതെ അടിക്കാതെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം, മോനെ നിന്റെ എല്ലാമാണ് ഈ സ്വാമി എന്ന് പറയുന്നത്. അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടി ഒരിക്കലും പിന്നീട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. ആ കുട്ടി ചോദിച്ചത് ഒരിക്കലും തെറ്റല്ല, അതവന് ആരും പറഞ്ഞു കൊടുക്കാനില്ലാതിരുന്നിട്ടാണ്. അതുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് അമ്മമാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഈ അമ്മമാരോട് എല്ലാവരോടും എനിക്കൊന്നേ പറയുവാനുള്ളൂ, സ്വാമിയെ കുറിച്ച്. നമ്മൾ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്നവരാണ്. 6 മണി തൊട്ട് 7 മണി വരെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയും പ്രാർത്ഥനാ സമയം, അല്ലേ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഞാൻ പറയുമ്പോൾ? ഇല്ല, എന്നെ തന്നെയല്ലേ ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലാതെ ഈ 2:20 പറഞ്ഞ ആരും ഉറങ്ങുന്നില്ലല്ലോ കണ്ണു തുറന്നു വെച്ച്? ഇല്ല. അപ്പോ എന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും നാമം ചൊല്ലും അല്ലേ? അമ്മമാരെല്ലാം നാമം ചൊല്ലുന്നവരല്ലേ? അതെ. 6 മണി തൊട്ട് 7 മണി വരെ ആയിരിക്കുമല്ലോ ചൊല്ലുന്നേ? ആണ്. ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നേ? സീരിയൽ കാണും അല്ലേ? ഇത് ഞാൻ ഈ ചോദ്യം സാധാരണ ചോദിക്കുമ്പോൾ ഏറ്റവും സന്തോഷം വരുന്നത് അവിടെ കൂടിയിരിക്കുന്ന കുറച്ച് അച്ഛന്മാർക്കാണ്. ഇവളുമാർ ഇന്നത്തോടെ ഈ സീരിയൽ കാഴ്ച നിർത്തുമല്ലോ എന്നാണ് അവര് ഓർക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മമാരെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നിവിടെ ഓടി നടക്കുന്ന 2-3 കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ഇവരൊക്കെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് വന്നവരല്ലേ? അല്ലാതെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിത്തിട്ട് മുളപ്പിച്ചപ്പോൾ ഉണ്ടായതാണോ ഈ കാണുന്ന കുഞ്ഞുങ്ങളൊക്കെ? അല്ലല്ലോ. ഇവര് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങളുടെ വീടുകളിൽ വളർന്നു വരുന്നവരാണ്. നിങ്ങൾ 6 മണി തൊട്ട് 7 മണി വരെ പ്രാർത്ഥന ചൊല്ലുന്നതും ഇത് കഴിഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ ആ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ചെങ്കിലും സീരിയലൊക്കെ ഒന്ന് നിർത്തിയിട്ട് സ്വാമിയുടെ ഭഗവാന്റെ ആ കഥകളൊക്കെ, നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കഥകളൊക്കെ ഉണ്ടല്ലോ, കഥകളൊന്നും അല്ലത്, അവയൊക്കെ നടന്ന ചരിത്രം തന്നെയാണ്. അവയൊക്കെ ആ കുഞ്ഞുങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ദൈവദശകം ഒന്ന് ചൊല്ലി പഠിപ്പിക്കണം. അപ്പോൾ ആ കുഞ്ഞു നാളെ വളർന്നു വരുമ്പോൾ ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായ ജീവിതം മാത്രമേ ആ കുട്ടി നയിക്കുകയുള്ളൂ. അപ്പൊ ഇന്ന് തൊട്ട് നമ്മളെല്ലാവരും അങ്ങനല്ലേ? ഓതറ ശാഖയിലെ എല്ലാ കുടുംബാംഗങ്ങളും അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ, അങ്ങനെ മാത്രം ചോദിക്കരുതല്ലേ. വിശ്വസിക്കാം. 2 പേര് പറഞ്ഞു വിശ്വസിച്ചോളാം. ബാക്കി ഇവിടെ ഇരിക്കുന്ന അത്രയും പേർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അങ്ങനെ ആവരുത്. ഭഗവാനെ ആ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് നമുക്ക് പതിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കണം. അല്ലാതെ നാളെ ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ ഈ തിരുസ്വരൂപത്തിന് മുൻപിൽ വന്നു നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ഏതൊരു കർമ്മവും ധർമ്മമാകുമെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഈ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ എല്ലാ അമ്മമാരും അവർക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് അനുവദിച്ച സമയം ഏകദേശം തീരാറായി. 1 മണിക്കൂർ കടന്നുപോയി നമ്മൾ അറിഞ്ഞില്ല അല്ലേ? സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയുവാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് എങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ ക്ഷമിക്കുന്നത് പോലെ അത് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയുടെ അറിവില്ലായ്മയായി കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഭഗവാന്റെ മഹാസമാധി വേളയിൽ നിങ്ങളെല്ലാവരും മിക്കവരും ഉപവാസം എന്നിരിക്കുന്നുണ്ടാകും. ഭഗവാൻ കൈതൊട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രാവിലെ തൊട്ട് ടെൻഷനായിരുന്നു. രാവിലെ എനിക്ക് അറവുകാട് പറവൂർ തെക്ക് ശാഖയിലായിരുന്നു പ്രഭാഷണം ഉണ്ടായിരുന്നത്. ആ വേദിയിൽ നിൽക്കുമ്പോഴും ഞാനിങ്ങനെ എൻ്റെ ഉള്ളിലൊരു തീയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണെന്നല്ലേ? എനിക്കറിയാം ഇവിടെ വരുമ്പോൾ ഇത് അനീഷേട്ടൻ്റെ ശാഖയാണെന്ന് എനിക്കറിയാം. ഇവിടെ വരുമ്പോഴത്തേന് ഈ ക്യാമറ കാണുമെന്ന് എനിക്കറിയാം. ഈ ക്യാമറ ഇവർ ഓണാക്കിയായിരിക്കും വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് റെക്കോർഡ് ചെയ്ത് നാളെ ഗുരുപദൻ TV-യിൽ ഇടുമെന്നും എനിക്കറിയാം. നമ്മുടെ ചുറ്റും നിൽക്കുന്നവര്
നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെയാണോ ഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലേ? അതുപോലെ ഒരു ഭയമാണ്. ഇനി ഈ വീഡിയോ വന്ന് കഴിയുമ്പോൾ ഇവരെല്ലാരും കൂടി ചേർന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പറയും, എന്നെ ഏറെ കയറ്റുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ ഭഗവാനെ കുറിച്ച്, ഭഗവാനെ പഠിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു എളിയ ഗുരുദർശന പഠിക്കുന്ന ഒരു എളിയ വിദ്യാർത്ഥിയുടെ അറിവില്ലായ്മയായി കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ തെറ്റുകുറ്റങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ എന്നെ സംസാരിക്കുവാൻ എനിക്കൊരു ഭാഗ്യമൊരുക്കി തന്ന എല്ലാ മാന്യദേഹങ്ങൾക്കും എൻ്റെ ഒറ്റവാക്കിലുള്ള നന്ദി പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായി പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്നെ പഠിപ്പിച്ച ആചാര്യ പരമ്പരയുടെയും എൻ്റെ സ്വാമി തൃപാദങ്ങളുടെയും അനുഗ്രഹവും ശ്രേഷ്ഠതയും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നു. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ ടീച്ചറമ്മയുടെ അനുഗ്രഹമാണത്. ഞാൻ പറഞ്ഞു, എൻ്റെ നിർമ്മല ടീച്ചറമ്മയുടെ അനുഗ്രഹം മാത്രമാണ് അത്. ശരിക്കും ടീച്ചറമ്മയെന്നല്ല, ഞാൻ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ അമ്മയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. അതുപോലെ പ്രിയ ആചാര്യനായ ബാലാജി സാറ്, അങ്ങനെ മാതാവിൽ തുടങ്ങി പിതാവിലൂടെ നിർമ്മല ടീച്ചറിലൂടെ ബാലാജി സാറിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ അധ്യാപിക രമാ മിസ്സിലൂടെ, കവിതാ മിസ്സിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആ ആചാര്യ പരമ്പരയുടെ മാത്രം ശ്രേഷ്ഠത ഒന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ സ്വാമി തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം വിജയിക്കട്ടെ.